നമുക്കിതൊരു പുട്ടാക്കിയാലോ, നല്ല ഇറച്ചി പുട്ട്. പിന്നെ അത് മക്കളോടും ഹസ്ബൻഡിനോടും പറയരുത്. ഒരു എന്താ ചായക്ക് എന്ന് ചോദിക്കുന്നേരം നമ്മൾ പറയും പുട്ടാന്ന് പറയുന്നത്, ആ പുട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ ഓല മുന്നിൽ ഇതെത്തുന്നവരായിരിക്കണം ഒരു ഞെട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ഇറച്ചിപ്പുട്ടുണ്ടാക്കാം. വായോ, വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഒരു പാന് അടുപ്പത്ത് വെക്കുക. അത് ചൂടാൻ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 2 സവാള, മീഡിയം സൈസ് സവാള മതി കേട്ടോ. അതിന് ശേഷം അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കണേ. ബ്രൗൺ കളറായതിന് ശേഷം ഉപ്പിട്ടിക്കതിനും അത് ഞാൻ സ്കിപ്പ് ചെയ്തു പോയതാണ്. ഉപ്പിട്ടിട്ടാണ് ഞാൻ സവാള വഴറ്റിയത് കേട്ടോ. വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടുക. എൻ്റെ അടുത്ത് പൊടിയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ പൊടി ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ളത് ചതച്ചിട്ടാലും മതി കേട്ടോ. പൊടി ഇട്ടതിന് ശേഷം അതും കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് പാപ്രിക്ക പൗഡർ ഇടുക. അതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. എൻ്റെ അടുത്തുള്ളതിനെ കൊണ്ടായിട്ട് ഇതിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ്റെ കൂടെ പാപ്രിക്ക പൗഡർ ഇട്ട് അടിപൊളിയായിരിക്കും. അത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ, സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇടുക. തക്കാളിയും പച്ചമുളകും ഇട്ടതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം അതൊന്ന് അതിൻ്റെ തക്കാളി ഒന്ന് വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇത് പുട്ട് കണ്ടാൽ ഓരോന്ന് ഞെട്ടണം കേട്ടോ, സെറ്റായിരിക്കേ. അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഗരം മസാല ഇട്ടതിന് ശേഷം അതൊന്ന് മസാലകളുടെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. മസാലൻ്റെ പച്ചമണവും ഉള്ളിയും ഇതെല്ലാം ഒന്ന് വെന്ത് ഉടയുന്നത് വരെ എന്താക്കണം, നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. തക്കാളി ഒന്ന് വെന്തുടയുന്ന വരെ വഴറ്റി കൊടുക്കണം. പിന്നെ അതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇടുക. ചിക്കന് ഞാൻ പൊരിച്ചിട്ടല്ല കേട്ടോ, ചില ആൾക്കാർ പൊരിച്ചിട്ടായിരുന്നു, പക്ഷേ ഞാൻ പൊരിച്ചിട്ടല്ല ഇട്ട്, വേഗം കഴിയണ്ടേനെ കൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ പൊരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ പീസുകളാക്കിയാൽ മാത്രം മതി. ഈമൻ തന്നെ നല്ല സെറ്റായി പൊരിച്ച പോലെ തന്നെ ആയി വരും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഇറച്ചി ഒന്ന് വേകുന്നത് വരെ, ചിക്കൻ ഒന്ന് വേകുന്നത് വരെ ഒന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം മസാലയും ഈ ചിക്കനും ഒക്കെ വെന്ത് സെറ്റായി റെഡിയായി കിട്ടും. പിന്നെ ഇത് ഓരോട് പറയരുത് കേട്ടോ, ചിക്കൻ പുട്ടാണെന്ന്. അത് കുട്ടികളോടായിട്ട് ആരോട് പറയരുത്. അത് നമ്മൾ കൊണ്ടാക്കുന്നേരം ഓലിക്ക് തോന്നണം, ഓലിൻ്റെ ഞെട്ടണം, പുട്ടാന്ന് പറഞ്ഞിട്ട് ഇതെന്താ സംഭവം എന്ന് ചോദിക്കണം. അതിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പ് ഇടുക. മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നെ. അതിന് ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം, മൂടി വെച്ച് മാറ്റി വെക്കാം. നമുക്ക് പുട്ടിലേക്ക് പോവാം. ആദ്യം തേങ്ങ ഇടുക. തേങ്ങ ഇട്ടതിന് ശേഷം മസാല ഇടുക. മസാല ഇട്ടതിന് ശേഷം പുട്ടുപൊടി ഇടുക. അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് അതേപോലെ തന്നെ ആദ്യം തേങ്ങ ഇടുക, മസാല ഇടുക, പുട്ടുപൊടി ഇടുക, ഏറ്റവും മേലെ തേങ്ങ ഇടുക. പിന്നെ ഇത് തിന്ന് കഴിഞ്ഞാൽ ഒരു ഹാപ്പി ആവണം, നമ്മൾ ഹാപ്പി ആവണം. എന്നിട്ട് പറയണം അവളോട്, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ കേട്ടോ. അപ്പോൾ എന്തായി, ഇതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് എല്ലാം അങ്ങനെ പുട്ട് ചുട്ടെടുക്കുക. ടേബിൾ മേലൊക്കെ ഉണ്ടാക്കി ഇതുണ്ട് മക്കളെ, കുത്തുന്നേരം ഒരു മണം ചിക്കൻ്റെ ഇത്. ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ വേറെ കറി ഇതാക്കിയൊന്നും വേണ്ട. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഓക്കെ, ബായ്.